ഇന്ന് രാവിലെ ഈ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, എൻ്റെ വീട്ടിലോട്ടാണ്. കാര്യം അച്ഛൻ നാളെ ജോലിക്ക് തിരിച്ചു പോവാം. സോ ഒന്ന് കണ്ടേക്കാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴാണ് നല്ല മഴ. കോട്ടയം അങ്ങോട്ട് കഴിയാൻ വേണ്ടി നോക്കിയിരിക്കുമെന്ന് തോന്നുന്നു. നല്ല മഴയായിരുന്നു. ഞങ്ങൾ നേരെ പോയത് പുതുപ്പള്ളി പള്ളിയിലേക്കാണ്. കുറേ നാളായി പള്ളിയിലേക്കൊക്കെ വന്നിട്ട്. ചോദിച്ചപ്പം എന്നാൽ കയറിയേക്കാന്ന് കിരണും പറഞ്ഞു. അത് കേട്ട് ഞാൻ ചാടി തുള്ളി പള്ളിയിലേക്ക് കയറി കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചു, ഇറങ്ങി. അപ്പോൾ ഓർത്തെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറ ഈ പള്ളിയിലാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ സാറിനെ ഒന്നും പോയി കണ്ടു. പിന്നെ അവിടെ ഒത്തിരി നേരം നിന്നില്ല, ചാടി ഇറങ്ങി. തിരിച്ച് പോകുന്ന വഴി ഞാൻ പറഞ്ഞു, എനിക്ക് ചോക്ലേറ്റ് വേണം, അതും മഞ്ച് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷെ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് കടയിൽ കയറിയപ്പം മഞ്ച് മുട്ടായി ഇല്ല. പിന്നെ കിട്ടിയ ഒരു മുട്ടായി വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കിരൺ അതങ്ങ് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. തരത്തിലെന്ന് ഞാൻ പറഞ്ഞു, പിന്നെയും കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ അച്ഛൻ വണ്ടി കഴുകുന്നു. അങ്ങനെ അച്ഛൻ കുറേ പരിപാടികൾ, വണ്ടി കഴുകുന്നു, തുണി ഉണക്കാനിടുന്നു, അങ്ങനെ കിരൺ കുറച്ച് നേരം ഇരുന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. അത് കണ്ടപ്പം എനിക്കൊരു കൊതി. ഞാനും ആ സൈഡിൽ കയറി കിടന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണ്ണീറ്റ് പിന്നെ കിരൺ ആ വെളിയിൽ കൂടെ ഒക്കെ നടപ്പാൻ. കിരൺ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ എനിക്കതിനൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നടക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞ് ചക്കയിടാം. പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെയോ തല്ലാൻ പോകുന്ന ഒരു ലുക്കില്ലേ. പക്ഷേ അവിടെ നിന്ന് ഒരു കയറ് വെട്ടിയെടുക്കാൻ വേണ്ടി പോയതാണ്. ഇതാണ് നമ്മുടെ ചക്ക. ഇത്രയും ചക്കയുണ്ട്, പക്ഷേ മുകളിലോട്ടൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് താഴെ ഉണ്ടാകുന്ന ചക്ക വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചക്കയൊക്കെ ഇട്ട് അതൊക്കെ എടുത്ത് കിരൺ സെറ്റ് ചെയ്ത് വണ്ടിയെ കയറ്റി. ഇന്ന് ഞാനിവിടെ നിൽക്കുക, കിരൺ അത് തിരിച്ചു പോയി. പിന്നെ ഞാൻ ഞാലിയാടി വരെ പോയി, കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ അച്ഛൻ പോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് കഞ്ഞിയും കുടിച്ച് പിന്നെ അങ്ങ് സുഖമായി കിടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.